ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ക്രിയാത്മക രീതിയിൽ പുനരുപയോഗിച്ചിരിക്കുകയാണ് മട്ടാഞ്ചേരി ആസിയ ബൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. 148 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് അധ്യാപകരുടെ സഹായത്തോടെ നിർമ്മിച്ച ബോട്ടിൽ ടു ബെഞ്ച് ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് റോഡിൽ സ്ഥാപിച്ചു. ഈ ഉദ്യമത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ, കൊച്ചി നഗരസഭ ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരീത്തറ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ആസിയ ബൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഉപയോഗശൂന്യമായ 148 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ് ബോട്ടിൽ ടു ബെഞ്ച് നിർമ്മിച്ചത്. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് റോഡിൽ സ്ഥാപിച്ച ബോട്ടിൽ ബെഞ്ചിന്റെ ഉദ്ഘാടനം കൊച്ചി ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ, ഡിവിഷൻ കൗൺസിലർ ആന്റണി കുരീത്തറ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. നിങ്ങൾ ചെയ്ത പ്രവൃത്തി നമ്മുടെ പല കുട്ടികളും പല സ്കൂളുകളും ഇത്തരം വേസ്റ്റ് ഉപകരണങ്ങൾ കൊണ്ട് റീസൈക്കിൾ ചെയ്ത് അത് നല്ലൊരു പ്രൊഡക്റ്റിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷെ ആരും ചെയ്യുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. അങ്ങനെ മുന്നോട്ട് വരുന്ന സ്കൂളുകളെല്ലാം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ശിശുദിനത്തോടനുബന്ധിച്ച് ആസിയ ബൈ സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്, ജമിയത്തു യൂത്ത് ക്ലബ്, കേരള ജൂനിയർ റെഡ് ക്രോസ് വിഭാഗത്തിലെ കുട്ടികളും ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ ട്രൂപ്പ് ലീഡർ മിർസാദ്, ആസിയ ബൈ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂഡി ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ വാസിഫ യാസിർ, സ്കൗട്ട് മാസ്റ്റർ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.